താജ്മഹലിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തുന്ന ടൈം അല്പം കനത്തിൽ എന്തേലും കഴിച്ചേ പറ്റൂ. അപ്പോഴാണ് കൂട്ടത്തിലെ ഷൈലോക്ക് പറയുന്നത്, നമുക്ക് ഷിറോസിൽ പോവാം, അവിടെ ബില്ലില്ലെന്നാ പറയുന്നേ. എന്ത് വേണേലും കഴിച്ചിട്ട് നമ്മൾക്ക് തോന്നുന്ന പൈസ കൊടുത്താൽ മതി. കുറച്ച് പെണ്ണുങ്ങൾ ചേർന്ന് നടത്തുന്ന റെസ്റ്റോറന്റ് ആണ്. അഹങ്കാരമല്ലേ അത്? ഞങ്ങളെ പോലുള്ളവർക്കുള്ള പരസ്യമായ വെല്ലുവിളി. വണ്ടിയെടുക്ക്, പോവാം. തിന്നു മുടിപ്പിക്കണം. ഏതായാലും കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഇത് പൂട്ടിപ്പോവും. നമ്മളെപ്പോലെ മിനിമം 7 പേര് വേറെയും കാണുമെന്നാണല്ലോ. അപ്പോ തന്നെ 7 3 21 പേർ. അത്രയും പേർ തിന്നു മുടിപ്പിച്ചാൽ തീരുന്ന അഹങ്കാരമേ അവർക്കിപ്പോ കാണൂ. ആഗ്ര നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഷിറോസിലേക്ക് ഞങ്ങൾ കുതിച്ചു. ഞങ്ങൾ മനസ്സിൽ പറഞ്ഞു, ഷിറോസെ, നീ തീർന്നടാ. മനോഹരമായ ചായക്കൂട്ടുകൾ കൊണ്ട് മനോഹരമാക്കിയ ചുവരുകളോടുകൂടിയ 2 നില ബിൽഡിംഗ്. ബ്രോ നോക്കിയേ, ഫ്രീ വൈഫൈയും. ഇവർക്ക് പ്രാന്താണോ? താഴത്തെ നിലയിൽ കുറെ ഫോറിനേഴ്സ് മാത്രം. വെളിയിൽ തന്നെയുള്ള സ്റ്റെയർ കേസിലൂടെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി. മുകളിലൊരു ടേബിളിനു ചുറ്റും ഞങ്ങൾ ഇരുന്നു. മെനു കാർഡിലൊന്നും റേറ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ പരസ്പരം നോക്കി ചിരിച്ചു. സർ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? കിളിമൊഴി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഉരുകിയ കവിളും ചുണ്ടുകളും കഴുത്തുമൊക്കെയായ ഒരു പെൺകുട്ടി. ഞങ്ങളുടെ മുഖത്തെ ഭാവവ്യത്യാസം അവളുടെ മുഖത്തൊരു മാറ്റവും വരുത്തിയില്ല. പൊള്ളിപ്പോയ അവളുടെ മുഖത്ത് ഭാവങ്ങളൊന്നും വ്യക്തമല്ലെങ്കിലും അവൾ പുഞ്ചിരിച്ചാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. അവൾ അകത്തേക്ക് പോയി. ഞങ്ങൾ റെസ്റ്റോറന്റിന്റെ പേരിനു താഴെയുള്ള ടാഗ് ലൈൻ വായിച്ചു, ദി കഫേ റൺ ബൈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ്. വിശപ്പും ദാഹവുമെല്ലാം അപ്പോഴേക്ക് പോയിരുന്നു. ഞങ്ങൾ 3 കോൾഡ് കോഫിയും പക്കോടയും മാത്രം ഓർഡർ ചെയ്തു. ഇവർ ഇരകളല്ല, ഫൈറ്റേഴ്സ് ആണ്. ആരുടെയോ ക്രൂര വിനോദം ഇവരുടെ സ്വപ്നങ്ങൾക്ക് മേലെ ആസിഡ് തെറിപ്പിച്ചപ്പോൾ ആസിഡിനേക്കാൾ വീര്യമുള്ള മനസ്സുമായി, പൊള്ളിപ്പോയ മുഖത്തേക്കാൾ ചുട്ടുപൊള്ളുന്ന ഹൃദയവുമായി ജീവിതത്തോട് പടപൊരുതുന്നവർ. കോഫി കുടിച്ച് ഞങ്ങൾ റെസ്റ്റോറന്റിന്റെ താഴെ നിലയിൽ കയറി. 5ഓളം ആസിഡ് ആക്രമണത്തിനിരയായ പെൺകുട്ടികൾ അവിടെ ജോലിയിൽ വിഭ്രതരായിരിക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ ഒരു ചുവരിൽ ആത്മവിശ്വാസം തുളുമ്പുന്ന ദുപ്പട്ട കൊണ്ട് മറക്കാത്ത അവരുടെ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ. മറുവശത്ത് ഷെൽഫിൽ മുഴുവൻ പുസ്തകങ്ങൾ, കൂടുതൽ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവ. ഒരു ടൂറിസ്റ്റ് ഗൈഡ് അവിടെ നിറകണ്ണുകളുമായി നിശബ്ദരായി കൂടിയിരിക്കുന്ന ഫോറിനേഴ്സിനോടായി അവരുടെ ജീവിതകഥകൾ വിവരിക്കുന്നു. 5 മക്കളിൽ ഇളയവളായ ഋതുവിന് സ്വത്ത് തർക്കത്തിനിടെ സഹോദരങ്ങളിൽ നിന്നാണ് ആക്രമണമുണ്ടായത്. രണ്ടാമതും പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിൽ ഭർത്താവ് ആസിഡ് കൊണ്ട് ആക്രമിച്ചപ്പോൾ സ്വന്തം കുഞ്ഞും കയ്യിൽ കിടന്ന ആസിഡിൽ പൊള്ളി മരിച്ചത് ഇന്നും വിശ്വസിക്കാനാകാത്ത ഗീത. പ്രണയാഭ്യർത്ഥന നിഷേധിച്ചതിന് ആക്രമിക്കപ്പെട്ടവർ. കഥകൾ അങ്ങനെ തുടരുകയാണ്. ഞങ്ങൾ വെളിയിലിറങ്ങി. മനസ്സിലെന്തോ അസ്വസ്ഥത, തൊണ്ട വരണ്ടിരിക്കുന്നു, നെഞ്ചിലെന്തോ ഭാരം പോലെ. ഡോറിന് വെളിയിൽ ഒരു പെൺകുട്ടി ഇരുന്നിട്ടുണ്ട്. പതറിയ ശബ്ദത്തിൽ ഞാൻ അവളോട് ചോദിച്ചു, കിത്തന? ഉടനെ മറുപടി കിട്ടി, ജേസാ ആപ് ചാഹേ. ഞങ്ങൾ മൂവരും പേഴ്സിൽ ബാക്കിയുണ്ടായിരുന്ന 100 രൂപ നോട്ടുകൾ അവൾക്ക് കൊടുത്തു. തിരിച്ചുള്ള വഴിയിൽ ഞങ്ങൾ നിശബ്ദരായിരുന്നു. മനസ്സിൽ മുഴുവൻ അവരായിരുന്നു. വിധി തങ്ങളെ തോൽപ്പിക്കാനിറങ്ങിയപ്പോൾ വിധിയെ തോൽപ്പിക്കാനിറങ്ങിയവർ. ബാഹ്യ സൗന്ദര്യം നിമിഷ നേരത്തേക്ക് മാത്രമെന്ന് വിളിച്ചു പറയുന്നവർ.